ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ കോഴ്സിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് വാച്ച്ഡ് ഓൾ ദ വീഡിയോസ്. അങ്ങനെ നിങ്ങൾ സ്വന്തത്തിൽ നിങ്ങൾ അസസ് ചെയ്യണം. അതുകൂടാതെ ഈ സെക്ഷൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ കോഴ്സിൽ, ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ അസസ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കോഴ്സ് കേട്ടു, എല്ലാം മനസ്സിലാക്കി, അസസ്മെൻറ്റ് ചെയ്തു, അതുകൊണ്ട് മാത്രം നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവില്ല. യു ഷുഡ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഇൻ യുവർ കോഴ്സ്. നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ, അതല്ലേ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഒരു മികവ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓഡിയൻസിനെ അറിയാം, നിങ്ങൾക്കുള്ള റിസോഴ്സ് ഉണ്ട്, അതൊക്കെ വെച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഏതൊരു റിവിഷൻ കൂടിയാണ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താ അറിയാത്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും, പിന്നെ ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ക്വിസ്, നമ്മൾ ഈ പോർട്ടലിൽ ക്വിസ് എന്നുള്ള സെക്ഷനിൽ പോവുക, അത് ചെയ്യുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഷീറ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വർക്ക് ഷീറ്റ് ഒരു ചെറിയ ടോപ്പിക്കിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മുടെ വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിനുള്ള വർക്ക് ഷീറ്റാണ്. അപ്പോൾ വർക്ക് ഷീറ്റിൻ്റെ ഇതെന്താണ് ഹെഡിങ്? യൂസ് ചാറ്റ് ജി പി ടു ഡെവലപ്പ് ലെസൺ പ്ലാൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് അസസ്മെൻറ്റ്. ഒബ്ജക്റ്റീവ് എന്താണ്? പാർട്ടിസിപ്പൻസ് യൂസ് ചാറ്റ് ജി പി ടി ടു ജനറേറ്റ് ആൻഡ് റിഫൈൻ ലെസൺ പ്ലാൻ. റിഫൈൻ കേട്ടോ, നമ്മൾ ജനറേറ്റ് ചെയ്ത് തന്നെ ശരിയാവണമെന്നില്ല. അത് നോക്കണം, അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ ചെയ്യണം. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആൻഡ് ബോത്ത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഫോർ എ ടോപ്പിക് ഓഫ് ദെയർ ചോയ്സ് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ 1 hour. അപ്പോൾ നമ്മൾ വർക്ക് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ 1 hourൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് ഷീറ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഷീറ്റ് എന്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? അസൈൻമെൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നിങ്ങൾ വർക്ക് ഷീറ്റിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സെക്ഷനിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താ വർക്ക് ഷീറ്റിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സെക്ഷൻ 1 വർക്ക് ഷീറ്റ് കുറേ സെക്ഷൻസ് ഉണ്ട്. ജനറേറ്റിംഗ് ലെസൺ പ്ലാൻ, ജനറേറ്റിംഗ് ആക്ടിവിറ്റി, ജനറേറ്റിംഗ് വർക്ക് ഷീറ്റ്, ജനറേറ്റിംഗ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, അങ്ങനെല്ലാം ഉണ്ട്. അപ്പോൾ ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇത് കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ലെസൺ പ്ലാൻ ഫോർ എ 45-minute ക്ലാസ് ഓൺ ടീച്ചിങ്. ഇവിടെ യുവർ ചൂസൺ ടോപ്പിക് എന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടോപ്പിക് ഉണ്ടാവില്ല. നമ്മളിപ്പം വളരെ സിമ്പിളായിട്ട് പെരിമീറ്റർ ഏരിയ വോളിയമാണ് കൊടുത്തത്. അതിന് പകരം നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് ഇവിടെ കൊടുക്കാൻ, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം. 5ാം ക്ലാസ്സിൽ തന്നെ ഉള്ള ആൾക്കാരാവണമെന്നില്ല. 8ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ് 8ാം ക്ലാസ്സിൽ കൊടുക്കാൻ. എന്നിട്ട് എന്ത് വേണം? ഇപ്പോൾ ക്രിയേറ്റ് എ ഡീറ്റെയിൽ ലെസൺ പ്ലാൻ ഫോർ എ 45-minute ക്ലാസ് ഓൺ ടീച്ചിങ്. നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ പേര് 6th standard സ്റ്റുഡൻറ്റ്, ഇൻക്ലൂഡ് ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽസ് നീഡഡ്, ഇൻട്രൊഡക്ഷൻ, ഗൈഡഡ് പ്രാക്ടീസ്, ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ആൻഡ് കൺക്ലൂഷൻ. ഇതൊക്കെ കൊടുക്കുക. ഇതാണ് ഇത് നമ്മുടെ പ്രോംപ്റ്റ്. ഇപ്പോൾ ടാസ്ക് 1 എന്നാണ് കോപ്പി ദ എബവ് പ്രോംപ്റ്റ് ആൻഡ് പേസ്റ്റ് ഇൻ ടു ചാറ്റ് ജി പി ടി, റീപ്ലേസിങ് യുവർ ചൂസൺ ടോപ്പിക് ഇൻ യുവർ ചാർജർ ലെവൽ വിത്ത് യുവർ സെലക്ഷൻ. അത് കഴിയുമ്പോൾ നമുക്കൊരു ലെസൺ പ്ലാൻ കിട്ടും. ആ ലെസൺ പ്ലാന് അങ്ങ് ഫുള്ളായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത്. അവിടെയാണ് നിങ്ങൾ മിടുക്കിയിരിക്കുന്നത്. ആ ലെസൺ പ്ലാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി റിഫൈൻ ദ റെസ്പോൺസ് ടു ബെറ്റർ സ്യൂട്ട് യുവർ ക്ലാസ് റൂം നീഡ്സ്. കൺസിഡർ ആഡിങ് സ്പെസിഫിക് എക്സാമ്പിൾ, അഡ്ജസ്റ്റിംഗ് ദ പേസിംഗ് ഓർ ഇൻകോപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് പ്രോജക്റ്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഈ കോഴ്സ് എടുത്ത സ്ഥിതിക്ക് ഇത് കാര്യങ്ങളൊക്കെ വർക്ക് ഷീറ്റ് വായിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ചാറ്റ് ജി പി ടിക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ആ ഉത്തരം എടുക്കലല്ല, യു ഷുഡ് റിഫൈൻ ഇറ്റ്. അപ്പോൾ വർക്ക് ഷീറ്റ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ ഒന്നുകൂടെ കൂടും. അത് കഴിഞ്ഞിട്ട് ഒരു സമ്മേറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്. അതും നമ്മുടെ അസൈൻമെൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അസസ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ വെറും MCQ മാത്രമല്ല, MCQ ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് അസൈൻമെൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് അപ്ലോഡ് യുവർ ആൻസർ ഇൻ ദാറ്റ് സെക്ഷൻ. പിന്നെ നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തരണം. ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങളെ കോഴ്സിൻ്റെ ഫീഡ്ബാക്ക് തരിക. ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ യു ഫോർ ദ ഫീഡ്ബാക്ക് ആൻഡ് വിൽ ബി ഗുഡ് ഫോർ ദ ടീച്ചിങ് കമ്മ്യൂണിറ്റി. Based on your feedback, I will adjust the
my presentations and future courses. So a big thank you from me and Reha. Reha is behind the scene creating content, creating quizzes, etc. So if you have any suggestions, you can definitely mail to us. Thank you and wish you great teaching. Bye bye.